സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. എല്ലാം തന്നെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ തിരൂർ ബേപ്പൂർ. കേരളത്തിലെ ആദ്യത്തെ ടൂറിസം വില്ലേജ് കുമ്പളങ്ങി. മലബാർ കലാപത്തെക്കുറിച്ച് എഗെയിൻസ്റ്റ് ലോർഡ് ആൻഡ് സ്റ്റേറ്റ് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? മലബാർ കലാപത്തെക്കുറിച്ച് എഗെയിൻസ്റ്റ് ലോർഡ് ആൻഡ് സ്റ്റേറ്റ് എന്ന പുസ്തകം രചിച്ചത് KN പണിക്കറാണ്. KN പണിക്കർ. പുസ്തകത്തിന്റെ പേര് എഗെയിൻസ്റ്റ് ലോർഡ് ആൻഡ് സ്റ്റേറ്റ് എന്നതാണ്. എഗെയിൻസ്റ്റ് ലോർഡ് ആൻഡ് സ്റ്റേറ്റ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആര് എന്ന് ചോദിച്ചാൽ KN പണിക്കറാണ്. എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ മലബാർ കലാപമാണ്. ഭാഷാപോഷിണി ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ച വർഷം. ഭാഷാപോഷിണി ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത് 1892 1892. ജടായുപ്പാറ എവിടെയാണ്? ജടായുപ്പാറ ചടയമംഗലം. രാഖി ബന്ധൻ സമരായുധമാക്കിയ രാഷ്ട്രീയ പ്രക്ഷോഭമാണ് സ്വദേശി പ്രക്ഷോഭം. ഉയരം കൂടുന്തോറും ബാരോമീറ്ററിലെ രസനിരപ്പ് കുറയുകയാണ് ചെയ്യുന്നത്. ഉയരം കൂടുന്തോറും ബാരോമീറ്ററിലെ രസനിരപ്പ് കുറയുന്നു. ഇൻഡസ് എന്നറിയപ്പെടുന്നത് സിന്ധു നദിയാണ്. ഇൻഡസ് എന്ന് അറിയപ്പെടുന്നത്. ഏത് അവയവത്തെ ബാധിക്കുന്ന ക്യാൻസർ ആണ് കാർസിനോമ എന്നത്? ത്വക്കിനെ ബാധിക്കുന്ന ക്യാൻസർ ആണ് ത്വക്ക്. ജൈവഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏതാണ്? ജൈവഘടികാരം എന്നറിയപ്പെടുന്നത് ഏത് ഗ്രന്ഥിയാണ്? പീനിയൽ ഗ്രന്ഥിയാണ് ജൈവഘടികാരം എന്ന് അറിയപ്പെടുന്നത്. ഏത് വിറ്റാമിന്റെ കുറവ് കാരണമാണ് സിറോഫ്താൽമിയ എന്ന അസുഖമുണ്ടാകുന്നത്? അസുഖത്തിന്റെ പേര് സിറോഫ്താൽമിയ. ഏത് വിറ്റാമിന്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്? വിറ്റാമിൻ എയുടെ കുറവ് മൂലമാണ് സിറോഫ്താൽമിയ എന്ന അസുഖം ഉണ്ടാകുന്നത്. കൈമുട്ടിന് മുകളിലത്തെ അസ്ഥിയുടെ പേര്? കൈമുട്ടിന് മുകളിലത്തെ അസ്ഥിയാണ് ഹ്യൂമറസ്. മനുഷ്യ ശരീരത്തിൽ ശരാശരി എത്ര ലിറ്റർ രക്തമാണുള്ളത്? മനുഷ്യ ശരീരത്തിൽ ശരാശരി 5 ലിറ്റർ രക്തമാണ് ഉള്ളത്. ഹണ്ടിങ്ടൺ രോഗം ബാധിക്കുന്നത് നാഡീവ്യവസ്ഥയാണ് ഹണ്ടിങ്ടൺ രോഗം ബാധിക്കുന്നത്. മാവിന്റെ സസ്യശാസ്ത്രനാമം മാഞ്ചിഫെറ ഇൻഡിക്ക എന്നതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത് എവിടെയാണ്? കൊൽക്കത്തയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത്. ഉരുക്കു വനിത എന്നറിയപ്പെട്ടത്? മാർഗരറ്റ് താച്ചർ ആണ് ഉരുക്കു വനിത എന്ന് അറിയപ്പെട്ടത്. ഫോർവേഡ് പോളിസി കൊണ്ടുവന്ന ഗവർണർ ജനറൽ? ലിട്ടൺ പ്രഭുവാണ് ഫോർവേഡ് പോളിസി കൊണ്ടുവന്ന ഗവർണർ ജനറൽ. ലിട്ടൺ പ്രഭു. മറിഞ്ഞു വീണ ചെടിച്ചട്ടിയിലെ ചെടി മുകളിലേക്ക് വളരുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഹോർമോൺ ഏതാണ്? മറിഞ്ഞു വീണ ചെടിച്ചട്ടിയിലെ ചെടി മുകളിലേക്ക് വളരുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഹോർമോൺ ഓക്സിനുകൾ. നിക്കൽ ചേർത്താൽ ഗ്ലാസിന് എന്ത് നിറം ലഭിക്കും? ചുവപ്പ് നിറമാണ്. നിക്കൽ ചേർത്താൽ ഗ്ലാസിന് ചുവപ്പ് നിറമാണ് ലഭിക്കുന്നത്. ആദംസ് ആപ്പിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥി തൈറോയിഡ് ഗ്രന്ഥിയാണ്. കോഴഞ്ചേരി പ്രസംഗത്തിന്റെ പേരിൽ രാജ്യദ്രോഹ കുറ്റത്തിന് തടവ് ശിക്ഷ അനുഭവിച്ചത് ആരാണ്? കോഴഞ്ചേരി പ്രസംഗത്തിന്റെ പേരിൽ രാജ്യദ്രോഹ കുറ്റത്തിന് തടവ് ശിക്ഷ അനുഭവിച്ചത് C. കേശവൻ. ഭൂകേന്ദ്രത്തിൽ ഒരു വസ്തുവിന്റെ ഭാരം എത്രയായിരിക്കും? ഭൂകേന്ദ്രത്തിൽ ഒരു വസ്തുവിന്റെ ഭാരം 0. വേലക്കാരൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത്? പ്രസിദ്ധീകരണത്തിന്റെ പേര് വേലക്കാരൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് സഹോദരൻ അയ്യപ്പനാണ്.
ലിറ്റിൽ ടിബറ്റ് എന്നറിയപ്പെടുന്നത്, ലിറ്റിൽ ടിബറ്റ് ലഡാക്ക് ആണ്. മലയാളത്തിലെ ആദ്യത്തെ ശബ്ദചിത്രമാണ് ബാലൻ. ഒരു വസ്തുവിന് മുകളിലൂടെ മറ്റൊരു വസ്തു നീങ്ങുമ്പോൾ വസ്തുക്കളുടെ ചലനത്തെ തടസ്സപ്പെടുത്തുന്ന ബലം ഏതാണ്? ഒരു വസ്തുവിന് മുകളിലൂടെ മറ്റൊരു വസ്തു നീങ്ങുമ്പോൾ വസ്തുക്കളുടെ ചലനത്തെ തടസ്സപ്പെടുത്തുന്ന ബലമാണ് ഘർഷണബലം. രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി സ്ഥിതി ചെയ്യുന്നത്, തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്ത് ജഗതിയിലാണ്. കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ല, പാലക്കാട് ജില്ല. ദേശീയ വനിതാ കമ്മീഷൻ ആദ്യത്തെ ചെയർപേഴ്സൺ ജയന്തി പട്നായിക്. ഐക്യനാണയ സംഘം ആരംഭിച്ച നവോത്ഥാന നായകൻ, വാഗ്ഭടാനന്ദനാണ്. കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾക്ക് വാഗ്ഭടാനന്ദൻ എന്ന പേര് നൽകിയത് ആലത്തൂർ ശിവയോഗി. കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തിന്റെ പിതാവ് ആരാണ്? വക്കം മൗലവി. ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനത്തിന് അർഹനായ ആദ്യ ഭാരതീയൻ CV രാമൻ. ഇന്ത്യയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന മേഖല, കാർഷിക മേഖല. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിക്കപ്പെട്ട വർഷം, 1949 ആണ്. 1949. രംഗസ്വാമി കപ്പ് ഏത് കളിയുടേതാണ്? ഹോക്കി. നമ്മൾ കേൾക്കുന്ന ശബ്ദത്തിന്റെ കൂർമ്മതയെ ഡാഷ് എന്ന് വിളിക്കുന്നു. സ്ഥായി. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശ്. ഉരുളക്കിഴങ്ങ് പച്ച നിറമാകുമ്പോൾ അതിലുണ്ടാകുന്ന രാസപദാർത്ഥമാണ് സൊളാനി. ചൊവ്വയുടെയും വ്യാഴത്തിന്റെയും ഇടയിൽ സൂര്യനെ വലം വയ്ക്കുന്ന പാറക്കഷ്ണങ്ങളെ വിളിക്കുന്നത്. സൂര്യനെ വലം വയ്ക്കുന്ന പാറക്കഷ്ണങ്ങളാണ് ക്ഷുദ്രഗ്രഹങ്ങൾ. കണ്ണിനെ കുറിച്ചുള്ള പഠനം ഒഫ്താൽമോളജി. ബംഗാളി ഭാഷയിൽ രാജാറാം മോഹൻ റോയ് ആരംഭിച്ച പത്രമാണ് സമ്പാദ് കൗമുദി. ആര് ആരംഭിച്ച പത്രമാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ഭാഷ ഏതാണ്? ബംഗാളിയാണ്. ഗ്ലാസിന് പച്ച നിറം നൽകാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? ലോഹമാണ് ക്രോമിയം. എന്റെ ഡയറി എന്ന പുസ്തകം രചിച്ച നവോത്ഥാന നായകൻ, AK ഗോപാലനാണ്. ലത്തൂർ ഭൂകമ്പം നടന്ന വർഷം, 1993 1993 മഹാരാഷ്ട്രയിലാണ് ലത്തൂർ ഭൂകമ്പം നടന്നത്. ഇൻഡോളജി. ഇന്ത്യയെക്കുറിച്ചുള്ള പഠനമാണ് ഇൻഡോളജി. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ രചനയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. അപ്പോൾ ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ആരുടെ രചനയാണ് എന്ന് ചോദിച്ചാൽ ആരുടേതാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെതാണ്. ഈ രചനയുടെ പ്രത്യേകത എന്താണ്? ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യത്തെ രചനയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ഗ്ലൂക്കോസിന്റെ സാന്നിധ്യം തിരിച്ചറിയുവാനുള്ള ടെസ്റ്റാണ് ബെനഡിക്ട് ടെസ്റ്റ്. കേരളത്തിലെ ആദ്യത്തെ പൗരാവകാശ സമരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ചാന്നാർ ലഹള. കേരളത്തിലെ ഏത് ദേശീയോദ്യാനത്തിലാണ് ലക്കം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിലെ ഏത് ദേശീയോദ്യാനത്തിലാണ്?
ഇരവികുളം ദേശീയോദ്യാനത്തിലാണ് ലക്കം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. G3 കോലിഹാൻ ഖനികൾ എന്തിന്റെ ഉൽപാദനത്തിനാണ് പ്രസിദ്ധം? G3 കോലിഹാൻ ഖനികൾ ചെമ്പിന്റെ ഉൽപാദനത്തിനാണ് പ്രസിദ്ധം. ചെമ്പ്. വായുവിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന വാതകം ഏതാണ്? വായുവിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന വാതകം ഏതെന്ന് ചോദിച്ചാൽ നൈട്രജൻ ആണ്. നൈട്രജൻ. ടെലിസ്കോപ്പിന്റെ സഹായത്തോടെ കണ്ടെത്തിയ ആദ്യത്തെ ഗ്രഹം ഏതാണ്? ടെലിസ്കോപ്പിന്റെ സഹായത്തോടെ കണ്ടെത്തിയ ആദ്യ ഗ്രഹം യുറാനസ് ആണ്. യുറാനസ്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കുന്നുകളിൽ വസിക്കുന്ന ജനങ്ങളുടെ നാട് എന്ന് പേരിനർത്ഥമുള്ള സംസ്ഥാനം. കുന്നുകളിൽ വസിക്കുന്ന ജനങ്ങളുടെ നാട് എന്ന് പേരിനർത്ഥമുള്ള സംസ്ഥാനം മിസോറമാണ്. മിസോറം. കേരളത്തിലെ ആദ്യത്തെ പബ്ലിക് ഹെൽത്ത് ലബോറട്ടറിയുടെ സ്ഥാപകൻ. കേരളത്തിലെ ആദ്യത്തെ പബ്ലിക് ഹെൽത്ത് ലബോറട്ടറിയുടെ സ്ഥാപകൻ ഡോക്ടർ C.O. കരുണാകരനാണ്. ഡോക്ടർ C.O. കരുണാകരൻ. കേരളത്തിലെ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? കേരളത്തിലെ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് പരീതു പിള്ളയാണ്. ജസ്റ്റിസ് പരീതു പിള്ള. കേരളത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർവത്കൃത പഞ്ചായത്ത്. കേരളത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർവത്കൃത പഞ്ചായത്താണ് വെള്ളനാട്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്ത് ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്ത് പോത്തുങ്കലാണ്. പോത്തുങ്കൽ. കേരളത്തിലെ ആദ്യ നൃത്യ നാട്യ പുരസ്കാരത്തിന് അർഹയായത്. കേരളത്തിലെ ആദ്യത്തെ നൃത്യ നാട്യ പുരസ്കാരത്തിന് അർഹയായത് കലാമണ്ഡലം സത്യഭാമയാണ്. കലാമണ്ഡലം സത്യഭാമ. കേരളത്തിലെ ആദ്യത്തെ സിനിമ സ്റ്റുഡിയോ ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ സിനിമ സ്റ്റുഡിയോയാണ് ഉദയ. ആലപ്പുഴയിലെ ഉദയ. കേരളത്തിലെ ആദ്യത്തെ പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബ്. കേരളത്തിലെ ആദ്യത്തെ പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബ് FC കൊച്ചിനാണ്. FC കൊച്ചിൻ. പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ രൂപം കൊള്ളുന്ന വാതകം ഏതാണ്? പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ രൂപം കൊള്ളുന്നത് ഏത് വാതകമാണ്? ഡയോക്സിൻ ആണ്. ഡയോക്സിൻ. കുമിൾ നാശിനിയായി ഉപയോഗിക്കുന്ന രാസവസ്തു. കുമിൾ നാശിനി കോപ്പർ സൾഫേറ്റ് ആണ്. കോപ്പർ സൾഫേറ്റ്. ആവർത്തന പട്ടികയിലെ ബ്ലോക്കുകളുടെ എണ്ണം എത്രയാണ്? ആവർത്തന പട്ടികയിലെ ബ്ലോക്കുകളുടെ എണ്ണം 4. മാർഷ് ടെസ്റ്റ് എന്തിന്റെ സാന്നിധ്യമാണ് നിർണ്ണയിക്കുന്നത്? മാർഷ് ടെസ്റ്റ് ആഴ്സനിക്കിന്റെ സാന്നിധ്യമാണ്. ആഴ്സനിക്. കുലീനവാതകങ്ങൾ എത്രാമത്തെ ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നത്? കുലീനവാതകങ്ങൾ 18ാമത്തെ ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നത്. 18. പ്രകൃതിയിൽ ഏറ്റവും കൂടുതലുള്ള കാർബണിക സംയുക്തം ഏതാണ്? പ്രകൃതിയിൽ ഏറ്റവും കൂടുതലുള്ള കാർബണിക സംയുക്തം സെല്ലുലോസ് ആണ്. സെല്ലുലോസ്. ഏറ്റവും ചെറിയ ആറ്റമുള്ള മൂലകം. ഏറ്റവും ചെറിയ ആറ്റമുള്ള മൂലകം ഹൈഡ്രജൻ. ഒരു ലോഹത്തിന്റെ രാസസ്വഭാവം നിർണ്ണയിക്കുന്നത്. ഒരു ലോഹത്തിന്റെ രാസസ്വഭാവം നിർണ്ണയിക്കുന്നത് ഇലക്ട്രോണുകളാണ്. ഇലക്ട്രോണുകൾ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലവണാംശമുള്ള തടാകം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലവണാംശമുള്ള തടാകം സാമ്പാർ തടാകമാണ്. സാമ്പാർ തടാകം. കേരള പോലീസ് അക്കാദമിയുടെ ആസ്ഥാനം. കേരള പോലീസ് അക്കാദമിയുടെ ആസ്ഥാനം രാമവർമ്മപുരമാണ്. തൃശ്ശൂർ ജില്ലയിലെ രാമവർമ്മപുരമാണ് കേരള പോലീസ് അക്കാദമിയുടെ ആസ്ഥാനം. അയഡിൻ ബാഷ്പത്തിന്റെ നിറം. അയഡിൻ ബാഷ്പത്തിന്റെ നിറം വയലറ്റ്. മാജുലി ദ്വീപ് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? മാജുലി ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മപുത്ര നദിയിലാണ്. ബ്രഹ്മപുത്ര. കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി. കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്നത് ലാക്രിമൽ ഗ്രന്ഥിയാണ്. ലാക്രിമൽ ഗ്രന്ഥി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ കൃഷി വകുപ്പ് മന്ത്രി ആരായിരുന്നു? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ കൃഷി വകുപ്പ് മന്ത്രി ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. കർണാടകയും തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ഏക ജില്ല ഏതാണ്? വയനാട്. വയനാട് ജില്ല ഏതെല്ലാം സംസ്ഥാനങ്ങളുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത്? കർണാടകയും തമിഴ്നാടുമായിട്ടാണ്. നിഹാൽ സരിൻ ഏത് രംഗത്ത് പ്രശസ്തനാണ്? നിഹാൽ സരിൻ ചെസ് ആണ്. ചെസ്. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന ജില്ല. കേരള കലാമണ്ഡലം തൃശ്ശൂർ ജില്ലയില് ചെറുതുരുത്തിയിലാണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തി. ഡെങ്കിപ്പനിയുടെ രോഗവാഹകർ ആര്? ഡെങ്കിപ്പനിയുടെ രോഗവാഹകർ ഈഡീസ് ഈജിപ്തി എന്ന കൊതുക് വർഗമാണ്. ഈഡീസ് ഈജിപ്തി എന്ന കൊതുക് വർഗം. ലെസർ ഹിമാലയ എന്നറിയപ്പെടുന്ന പർവ്വതനിര. ലെസർ ഹിമാലയ ഹിമാചലാണ്.
ലെസർ ഹിമാലയ എന്നറിയപ്പെടുന്ന പർവ്വതനിര ഹിമാചൽ. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ നഗരസഭ ഏത്? കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ നഗരസഭ തൊടുപുഴയാണ്, ഇടുക്കി ജില്ലയിലെ തൊടുപുഴ. ചന്ദ്രന്റെ ഇരുണ്ട ഭാഗത്തിറങ്ങിയ ചൈനയുടെ പേടകം. ചന്ദ്രന്റെ ഇരുണ്ട ഭാഗത്തിറങ്ങിയ ചൈനയുടെ പേടകമാണ് ചാങ്-ഇ-4. ചാങ്-ഇ-4. ഒന്നിൽ കൂടുതൽ ലെൻസുകൾ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പുകളെ പറയുന്ന പേര്. ഒന്നിൽ കൂടുതൽ ലെൻസുകൾ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പുകളാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പുകൾ. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പുകൾ. കോശകേന്ദ്രം കണ്ടെത്തുകയും അതിനെ ന്യൂക്ലിയസ് എന്ന് വിളിക്കുകയും ചെയ്ത ശാസ്ത്രജ്ഞൻ. കോശകേന്ദ്രം കണ്ടെത്തുകയും അതിനെ ന്യൂക്ലിയസ് എന്ന് വിളിക്കുകയും ചെയ്ത ശാസ്ത്രജ്ഞൻ റോബർട്ട് ബ്രൗൺ ആണ്. റോബർട്ട് ബ്രൗൺ. പാകമാകുന്നതനുസരിച്ച് ഫലങ്ങളിലെ ഹരിതഗണങ്ങൾ ഡാഷായി മാറുന്നു. പാകമാകുന്നതനുസരിച്ച് ഫലങ്ങളിലെ ഹരിതഗണങ്ങൾ വർണ്ണകണങ്ങളായിട്ട് മാറുന്നു. വർണ്ണകണങ്ങൾ. കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ ദഹിപ്പിക്കാൻ വേണ്ട ദഹനരസങ്ങൾ അടങ്ങിയിരിക്കുന്ന കോശാംഗം. കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ ദഹിപ്പിക്കാൻ വേണ്ട ദഹനരസങ്ങൾ അടങ്ങിയിരിക്കുന്ന കോശാംഗമാണ് ലൈസോസോം. നാസയുടെ ഓപ്പർച്യൂണിറ്റി റോവർ ഏത് ഗ്രഹത്തെക്കുറിച്ച് പഠിക്കുവാനുള്ള ദൗത്യമായിരുന്നു? നാസയുടെ ഓപ്പർച്യൂണിറ്റി റോവർ ചൊവ്വയാണ്. ചൊവ്വ. പുതിയ തൈ ഉൽപ്പാദിപ്പിക്കുന്നതിനായി ശിഖരങ്ങൾ തമ്മിൽ ഒട്ടിക്കുന്ന പ്രവർത്തനം. പുതിയ തൈ ഉൽപ്പാദിപ്പിക്കുന്നതിനായിട്ട് ശിഖരങ്ങൾ തമ്മിൽ ഒട്ടിക്കുന്ന പ്രവർത്തനമാണ് ഗ്രാഫ്റ്റിംഗ്. പൂക്കളുടെ കൃഷിയുമായി ബന്ധപ്പെട്ട ശാസ്ത്രശാഖ. പൂക്കളുടെ കൃഷി ഫ്ലോറികൾച്ചറാണ്. ഫ്ലോറികൾച്ചർ. മൂപ്പെത്താതെ അടക്ക വാടി വീഴുന്ന രോഗം. മൂപ്പെത്താതെ അടക്ക വാടി വീഴുന്നത് മാഹാളി. കാർബൺ ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകമാണ്? കാർബൺ 14ാമത്തെ ഗ്രൂപ്പാണ്. 14. വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം. ആരുടെ വരികളാണിവ? വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം. അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ. ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറാണ്. വൈക്കം മുഹമ്മദ് ബഷീർ. ആദ്യത്തെ ജ്ഞാനപീഠ അവാർഡ് നേടിയ കൃതി. ആദ്യത്തെ ജ്ഞാനപീഠ അവാർഡ് നേടിയത് ഓടക്കുഴൽ എന്ന കൃതിക്കാണ്. ജി ശങ്കരക്കുറുപ്പിൻ്റെ ഓടക്കുഴൽ എന്ന കാവ്യ സമാഹാരത്തിനാണ് ആദ്യത്തെ ജ്ഞാനപീഠ അവാർഡ് ലഭിച്ചത് 1965. സൂയിസൈഡ് ബാഗുകൾ എന്നറിയപ്പെടുന്ന കോശാംഗം. സൂയിസൈഡ് ബാഗുകൾ ലൈസോസോമാണ്. ലൈസോസോം. കൃത്രിമ പരാഗണത്തിലൂടെ ഗുണമേന്മയുള്ള വിത്ത് ഉൽപ്പാദിപ്പിക്കുന്ന രീതി. കൃത്രിമ പരാഗണത്തിലൂടെ ഗുണമേന്മയുള്ള വിത്ത് ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് വർഗസങ്കരണം. വർഗസങ്കരണം. 3 ഹൃദയമുള്ള ഒരു ജീവി ഏതാണ്? 3 ഹൃദയമുള്ള ഒരു ജീവിയാണ് നീരാളി. ഇന്ത്യയിൽ 1ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം. 1ാം പഞ്ചവത്സര പദ്ധതി 1951 1951. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ്. കേരളത്തിലെ ആദ്യത്തെ കണ്ടൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യത്തെ കണ്ടൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കൊയിലാണ്ടിയിലാണ്. കൊയിലാണ്ടി. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.